ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കറണ്ട് അഫെയറും അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഇൻഡെക്സ് പ്രധാനപ്പെട്ട റാങ്കിങ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ചെറിയ ചില പോയിൻറ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ ഒരു പുതിയ ഒരു പദ്ധതിയാണ്. ഇത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ സമീപകാല അജണ്ടയാണ്. ഓക്കെ, ജില്ലാതലത്തിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, നീതി ആയോഗിനെ കുറിച്ചുള്ളൊരു പദ്ധതിയാണ്. ഒരു ജില്ല ഒരു ഉൽപ്പന്നം. എന്താണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം? ആ ജില്ല എന്ന് തന്നെ കേൾക്കുമ്പോൾ ജില്ലാതലത്തിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ജില്ലാതലത്തിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ടെക്നോ കൊമേഴ്ഷ്യൽ റെഡിനെസ് ആൻഡ് മാർക്കറ്റ് മെച്യൂരിറ്റി മാട്രിക്സ്, അതായത് TCRM മാട്രിക്സ് എന്ന് പറയും. എന്താണ് ടെക്നോ കൊമേഴ്ഷ്യൽ റെഡിനെസ് ആൻഡ് മാർക്കറ്റ് മെച്യൂരിറ്റി മാട്രിക്സ്? അപ്പോൾ ഇതിനെ ചിലപ്പോൾ PSC ചോദിക്കുന്നത് എന്തായിരിക്കും? TCRM എന്നായിരിക്കും ചോദിക്കുന്നത്. TCRM എന്താണ്? TCRM ടെക്നോ കൊമേഴ്ഷ്യൽ റെഡിനെസ് ആൻഡ് മാർക്കറ്റ് മെച്യൂരിറ്റി മാട്രിക്സ്. നിങ്ങളിതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലോർത്തിട്ടാൽ മതി. ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി തിങ്ക് ടാങ്കായ, അതായത് ഇത്രയും ഓർത്താൽ മതി, നീതി ആയോഗിൻ്റെ അടുത്തിടെ ടെക്നോ കൊമേഴ്ഷ്യൽ റെഡിനെസ് ആൻഡ് മാർക്കറ്റ് മെച്യൂരിറ്റി മെട്രിക്സ് എന്ന പേരിൽ ഒരു ചട്ടക്കൂട് അനാവരണം ചെയ്തു, ഒരു പുതിയൊരു പദ്ധതി രൂപീകരിച്ചു. ഓക്കെ, ഈ പദ്ധതി സാങ്കേതിക വിലയിരുത്തലിനെ പരിവർത്തനം ചെയ്യാനും നവീകരണത്തെയും സംരംഭകത്വത്തെയും ഉത്തേജിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. അപ്പോൾ ഈ ഒരു TCRM മെട്രിക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം നിങ്ങളിവിടെ നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? സാങ്കേതിക വിലയിരുത്തലിനെ പരിവർത്തനം ചെയ്യുകയും നവീകരണത്തെയും സംരംഭകത്വത്തെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ്? സാങ്കേതിക വിലയിരുത്തലിനെ പരിവർത്തനം ചെയ്യുകയും നവീകരണത്തെയും സംരംഭകത്വത്തെയും ഉത്തേജിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് TCRM മെട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് ദാരിദ്ര്യം മറികടന്ന് 24.82 കോടി ജനം. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 24.82 കോടി പേർ ദാരിദ്ര്യം മറികടന്നിട്ടുണ്ടെന്ന് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. 2013-14 ജനസംഖ്യയിൽ 29.17% ദരിദ്രരെങ്കിൽ 2022-23 ഇത് 11.28% കുറഞ്ഞു. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്. 2022-23 ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ ദാരിദ്ര്യം എത്ര ശതമാനമായിട്ടാണ് കുറഞ്ഞതെന്ന് PSC ചോദിക്കാം. 11.28%. 11.28%. ഓക്കെ, 5.94 കോടി പേർ ദാരിദ്ര്യമുക്തരായി. അപ്പോൾ എത്ര പേര് ദാരിദ്ര്യമുക്തി നേടി? 5.94. നിങ്ങൾക്കിത് ഓർത്തിരിക്കാൻ ഈ കണക്ക് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? 5.94 അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയും ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഈ 5ഉം ഈ 4ഉം കൂടി ചേർക്കുമ്പോഴല്ലേ 9 കിട്ടുന്നത്? 5 4 കൂട്ടുമ്പോഴല്ലേ 9 കിട്ടുന്നത്? അങ്ങനെ ഓർത്തിരുന്നൂടെ? 5 4 9. ആദ്യം ഇടത് സൈഡിൽ 5 എഴുതുന്നു, വലത് സൈഡിൽ 4 എഴുതുന്നു, 5 4 കൂട്ടുമ്പോൾ 9 നടുക്ക് എഴുതുന്നു. അപ്പോൾ 5.94 ടോട്ടാലിറ്റി ആയിട്ട് മൊത്തത്തിൽ ദാരിദ്ര്യമുക്തരായത്. കേരളത്തിൽ 2.72 ലക്ഷം പേർ 2.72 ലക്ഷം പേർ ലക്ഷ്യം കൈവരിച്ചു. പോഷകാഹാരം, ശിശുമരണം, വിദ്യാഭ്യാസം. എന്തൊക്കെയാണ്? പോഷകാഹാരം, ശിശുമരണം, വിദ്യാഭ്യാസം, പാചക ഇന്ധനം, ശുചിത്വം, ശുദ്ധജലം, വൈദ്യുതി, വീട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ഘടകങ്ങളാണ്
ദാരിദ്ര്യ സൂചികയ്ക്ക് പരിഗണിക്കുന്നത്. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അന്നേരം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 24.82 കോടി പേര് ദാരിദ്ര്യം മറികടന്നു. ഒന്നാമത്തെ പോയിന്റ്. നെക്സ്റ്റ് വരുന്നത് 2022 PSC ചോദിക്കുന്ന ഇതായിരിക്കും. 2022-23 എത്ര ശതമാനമായിട്ടാണ് ദാരിദ്ര്യം കുറഞ്ഞത് ഇന്ത്യയിൽ? എത്രയാടേ? 11.28. ഇനി അത് ടോട്ടലായിട്ട് എത്ര കോടി പേരാണ് ദാരിദ്ര്യമുക്തരായത്? ദാരിദ്ര്യം കുറഞ്ഞത് നമ്മൾ എത്ര പഠിച്ചു? 11.28% പഠിച്ചെങ്കിൽ എത്ര പേർ ദാരിദ്ര്യമുക്തരായി? ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും എത്ര പേര് ഫ്രീ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ പഠിക്കേണ്ടത്. എത്രയാണ്? 5.94. ഓർത്തിരിക്കാൻ 5 4 9 നട കിട്ടാൽ മതിയെന്ന് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റിന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 2.72 ലക്ഷം പേരാണ്. 2.72 ഇവിടെ കോടിയല്ല, ലക്ഷം പേരാണ് ഈ ഒരു ലക്ഷ്യം കൈവരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് ഏതൊക്കെ ഘടകങ്ങളാണ് ദാരിദ്ര്യ സൂചികയ്ക്ക് പരിഗണിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാകും. ഓക്കെ, ഇത്രയും സെറ്റാണേ. ഇനി നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക 2020 റിപ്പോർട്ടാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക 2023 റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നീതി ആയോഗ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുവാൻ അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് നീതി ആയോഗ് ദാരിദ്ര്യ സൂചിക കണക്കിലാക്കാനായിട്ട് അവർ അവലംബിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്കിതെല്ലാം കണക്ട് ചെയ്യാം. പോഷകാഹാരം ആവശ്യമല്ലേ നമുക്ക്? പോഷകാഹാരം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? കുട്ടികളുടെ മാത്രമല്ല, യുവാക്കൾ അല്ലെങ്കിൽ കൗമാരക്കാരുടെയും മരണനിരക്ക് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പോഷകാഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളൊക്കെ മരിക്കും. കുട്ടികൾ മാത്രമല്ല, ഈ യുവാക്കളും മരിക്കുമെന്ന് കണക്ട് ചെയ്താൽ മതി. പിന്നെ യുവാക്കൾ മാത്രമാണ് ഇവിടെ. നമ്മുടെ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോഷകാഹാരം വെച്ച് തരാൻ പറ്റും. അപ്പോൾ മാതൃ ആരോഗ്യം നിങ്ങൾ ഇത്രയും ഓർത്തുക. പോഷകാഹാരം നമുക്ക് വേണം. അത് ആരാ വെച്ച് തരുന്നത്? ഞാൻ പറയുന്നത് അത് ലോജിക്കലി കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പോഷകാഹാരം വേണം. അത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ആരോഗ്യം വേണ്ടേ? അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് പോഷകാഹാരം കിട്ടൂ. അങ്ങനെ കിട്ടിയാലേ ഈ പറയുന്ന കുട്ടികളും കൗമാരക്കാരും ജീവിച്ചിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ മരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ആഹാരമായി ബന്ധപ്പെട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസി ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസം. ഓക്കെ, വെറുതെ ആഹാരം മാത്രം, പോഷകാഹാരം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകണം എന്ന് പറയുന്നത്, സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് മാത്രമല്ല, സ്കൂളിലെ ഹാജർ എന്ന് പറയുന്നൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. സ്കൂളിലെ ഹാജർ, സ്കൂൾ അറ്റൻഡൻസ് എന്ന് പറയും. ഓക്കെ, സ്കൂൾ അറ്റൻഡൻസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് നമുക്കിവിടെ നോക്കണം. ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, അതായത് സ്കൂൾ വിദ്യാഭ്യാസവും സ്കൂൾ അറ്റൻഡൻസും ഇവിടെ നോക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുമ്പോൾ ഈ ഹാജർ, എന്തുകൊണ്ടാണ് ഞാൻ ഹാജർ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നോർമൽ ഒരു ചിന്താഗതിയിൽ ഈ പറയുന്ന ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുമ്പം ഹാജർ എന്തിനാടെ എന്ന് നമുക്ക് മനസ്സിലോട്ട് ഓർമ്മ വരും. ആ ഓപ്ഷനകത്ത് ഉറപ്പായിട്ടും ഹാജർ കാണും. ഓക്കെ, അപ്പോൾ സ്കൂളിലെ ഹാജർ കാണും. നമ്മൾ ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഇതിനകത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ഈ ഒരു ഹാജർ എന്ന് പറയുന്ന കണ്ടൻറ്റിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തില്ല. അങ്ങനെ സംഭവിക്കുന്ന എന്താ? അവിടെ നമ്മൾ കൊണ്ടുചെന്ന് ഹാജർ അതിനകത്തൊരു ഓപ്ഷൻ അല്ല എന്നും പറഞ്ഞ് നമ്മൾ എഴുതും. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം. ഇനിയുള്ളതെല്ലാം ഈസിയാണ്. നമ്മൾ നേരത്തെ അമ്മ ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞില്ലേ? അതിന് പാചക ഇന്ധനം വേണ്ടേ? പാചക ഇന്ധനം വേണം. ആ പാചക ഇന്ധനം ശുചിത്വമുള്ള കുടിവെള്ളം വേണ്ടേ? ശുചിത്വമുള്ള കുടിവെള്ളം. അപ്പോൾ ശുചിത്വം, കുടിവെള്ളം, പാചക ഇന്ധനം, പോഷകാഹാരം, അമ്മയുടെ ആരോഗ്യം. പിന്നെന്തോ വേണം? ഈ ആഹാരം നിന്നുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പിള്ളേരെന്ത് ചെയ്യണം? സ്കൂളിൽ പോകണ്ടേ? സ്കൂൾ വിദ്യാഭ്യാസം വേണം. സ്കൂളിൽ പോയി ഹാജർ വേണം. ഓക്കെ,
ഇനി ഈ പറയുന്ന പോഷകാഹാരം അമ്മയ്ക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പോഷകാഹാരം കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ മാത്രമാണോ മരിക്കുന്നത്? അല്ല, യുവാക്കളും കൗമാരക്കാരും മരണപ്പെടുന്നു. അപ്പോൾ ഇത്രയും കണ്ടന്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൈദ്യുതി. അമ്മ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അമ്മയ്ക്ക് ലൈറ്റ് വേണ്ടേ, അല്ലാതെ എപ്പോഴും നമുക്ക് ഈ പറയുന്ന ടോർച്ചും കത്തിച്ചിരിക്കാൻ പറ്റുമോ? അപ്പോൾ വൈദ്യുതി ആവശ്യമാണ്. അടുക്കളയിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് വൈദ്യുതി ആവശ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ വൈദ്യുതി വേണം, പോഷകാഹാരം വേണം, ശുചിത്വം വേണം, കുടിവെള്ളം വേണം, പാചക ഇന്ധനം വേണം. ഇതെല്ലാം വേണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഒരു വീട് വേണം. ഓക്കെ, ആ വീട്ടിലല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, വീട്ടിൽ നിന്നല്ലേ ഒരുങ്ങി റെഡിയായി സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മാത്രം മതി, ഈസി ആയിട്ട് ഇത്രയും പോയിൻറ്റ്സ് കിട്ടും. PSC ഇത് ചോദിക്കുന്ന ഉറപ്പൊന്നുമില്ല, പക്ഷേ എങ്കിലും പഠിച്ചു വയ്ക്കുക. കാര്യം ഏത് രീതിയിൽ വേണമെങ്കിലും PSCക്ക് ഒരു ചോദ്യം ഇവിടുന്ന് ഉണ്ടായിക്കൊണ്ട് വരാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് വൈദ്യുതി പറഞ്ഞു, ഭവനം പറഞ്ഞു, ആസ്തികൾ. എന്താണ് ആസ്തികൾ? ആസ്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്തികൾ, നമ്മുടെ എത്രത്തോളം ആസ്തിയുണ്ട്, നമ്മുടെ സമ്പത്ത് കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ആസ്തി, നമ്മുടെ സമ്പത്തും കാര്യങ്ങളും ആസ്തിയെല്ലാം ഇപ്പം നമുക്കതെല്ലാം ശേഖരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ബാങ്ക് അക്കൗണ്ട് വേണ്ടേ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ 12 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ ദാരിദ്ര്യ സൂചിക കണക്കാക്കാൻ എടുക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ ആണ്, ഈ 12 കാര്യങ്ങൾ സെറ്റാണ്. അമ്മയെ ഓർക്കുക, അമ്മയുടെ ആരോഗ്യം ഓർക്കുക, പിന്നെ അതുപോലെ തന്നെ പോഷകാഹാരം ഓർക്കുക, പാചക ഇന്ധനം, കുക്ക് ചെയ്യാനായിട്ട് ശുചിത്വമായിട്ടുള്ള കുടിവെള്ളം. അപ്പോൾ തന്നെ 2 പോയിൻ്റ് ശുചിത്വവും കുടിവെള്ളവും ഈസി ആയിട്ട് കിട്ടും. പിന്നീടുള്ളത് വൈദ്യുതിയാണ്. അമ്മയ്ക്ക് ഇരുട്ടത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇതെല്ലാം വേണമെങ്കിൽ നമുക്കൊരു ഭവനം വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? സ്കൂളിൽ പോയിട്ട് ഹാജരുണ്ടാക്കണം. ഹാജർ മസ്റ്റല്ലേ? വെറുതെ സ്കൂളിൽ പോയി പടി വരെ ചെന്നിട്ട് തിരിച്ചിറങ്ങി പിള്ളേരോട് കളിക്കാൻ പോയാൽ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ചെന്ന് എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും അവിടെ ചെന്നിട്ട് ഹാജരുണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ആസ്തികൾ, അത്യാവശ്യം ആസ്തി വേണ്ടേ നമുക്ക് ജീവിക്കാൻ? ആസ്തി വേണം. ഈ ആസ്തിയുടെ ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം പണമൊക്കെ സ്വരൂപിക്കാനായിട്ട് എവിടെ വേണം? ഒരു ബാങ്കിൽ അക്കൗണ്ട് വേണം. അപ്പോൾ ഈ 12 ഫാക്ടേഴ്സ് PSC വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. എത്ര ഘടകങ്ങളാണ് ഈ പറയുന്ന ദാരിദ്ര്യ സൂചിക തയ്യാറാക്കാനായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എത്ര ഘടകങ്ങളാണ്? 12 ഘടകങ്ങൾ. ഈ 12 ഘടകങ്ങളും ഏകദേശം ഒരു ഐഡിയ, എല്ലാം കിട്ടിയില്ലെങ്കിലും ഏകദേശം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ന്യൂട്രീഷൻ, പോഷകാഹാരം, ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് മോർട്ടാലിറ്റി, അതായത് കുട്ടികളുടെയും യുവാക്കളുടെയും മരണനിരക്ക് അല്ലെങ്കിൽ മരണം, മെറ്റേണൽ ഹെൽത്ത്, അമ്മയുടെ ആരോഗ്യം, ഇയേഴ്സ് ഓഫ് സ്കൂളിൽ പോകുന്നത്, സ്കൂൾ അറ്റൻഡൻസ്, പിന്നെന്താ പഠിച്ചേ? കുക്കിംഗ് ഫ്യൂവൽ, ഇന്ധനം വേണം, സാനിറ്റേഷൻ വേണം, വൃത്തി വേണം, ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം വേണം, ഹൗസിങ്, ഇതെല്ലാം ചെയ്യാൻ നമുക്കൊരു വീട് വേണം. പിന്നെന്താടെ വേണ്ടേ? ഇലക്ട്രിസിറ്റി, വൈദ്യുതി വേണം, അസറ്റ് വേണം, ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ഇത്രയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്ത് കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വേണ്ട ഈ പോയിൻ്റ് ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേരെ. കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമുള്ള ഒരു 16.65% ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭവന ആവശ്യങ്ങൾ, ഇത് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇതൊന്നും അത്ര അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കത്തില്ല. ഓക്കെ, ഈ തന്നേക്കുന്ന ടേബിൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു പോവുക. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഡെപ്തിൽ PSC ചോദിക്കാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഇതിനകത്തൊക്കെ കണക്കൊക്കെ മിസ്റ്റേക്ക് വരാം. അതുകൊണ്ട് തന്നെ PSC അങ്ങനെ ചോദിക്കാൻ നിൽക്കില്ലായിരിക്കും. ഇനി ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളാണ് പഠിക്കുന്നത്. ദാരിദ്ര്യം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാ? ബീഹാറാണ്. അത് ഓൾറെഡി നമുക്കറിയാം. ബീഹാറാണ് ദാരിദ്ര്യം ഏറ്റവും കൂടിയ സംസ്ഥാനം. അപ്പോൾ അവിടുത്തെ ശതമാനം കൂടി പഠിച്ചു വെച്ചോ. 3 എത്രയാടേ? 6 അല്ലേ? 6 കഴിഞ്ഞിട്ട് 1 7. അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. 3 6, ഇടതുവശത്തൊരു 7 ഇട്ട് കൊടുത്താൽ
സംഭവം സിമ്പിൾ, 33.76% എന്ന് കിട്ടും. ഇനി രണ്ടാം സ്ഥാനത്ത് ദാരിദ്ര്യം കൂടിയ സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ജാർഖണ്ഡാണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് മേഘാലയ, 4 ഉത്തർപ്രദേശ്, 5 മധ്യപ്രദേശ്. ഓക്കെ, ആദ്യത്തെ ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒന്ന് ബീഹാറാണെന്ന് നമുക്കറിയാം, 1 ബീഹാറാണെന്നറിയാം, 2 ജാർഖണ്ഡ്, 3 മേഘാലയ. ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ. ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ. BJM എന്ന് പഠിച്ചാൽ മതി. BGM എന്ന് നമ്മൾ പഠിക്കത്തില്ല, BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ പഠിക്കുന്ന പോലെ BJM എന്ന് പഠിച്ചാൽ ഈ ജെ എന്ന് പറയുമ്പോൾ മേഘാലയ കൊണ്ടുവരണം, മനസ്സിലോട്ട് മേഘാലയ തന്നെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ BJM എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം കൂടിയ സംസ്ഥാനങ്ങളുടെ ആദ്യ 3 പേരുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ റിപ്പോർട്ട് അനുസരിച്ച് 15 മുതൽ 49 വയസ്സ് വരെ, 15 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള ഒരു സ്ത്രീയോ 15 മുതൽ 54 വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാരോ അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് BMI, ബോഡി മാസ് ഇൻഡെക്സ് 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് കേട്ടോ, മീറ്റർ സ്ക്വയറിന് താഴെയാണെങ്കിൽ പോഷകാഹാരക്കുറവുള്ളതായിട്ട് കണക്കാക്കുന്നു. ഈ മീറ്റർ 2 എന്ന് കൊടുത്തേക്കുന്നത് മലയാളത്തിൽ എഴുതിയതുകൊണ്ട് മീറ്റർ സ്ക്വയർ ആയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് ബോഡി മാസ് ഇൻഡെക്സ്. നിങ്ങൾ അത്ര ഓർക്കുക, ബോഡി മാസ് ഇൻഡെക്സ് സ്ത്രീയുടെയും പുരുഷൻ്റെയും 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് താഴെയാണെങ്കിൽ പോഷകാഹാരക്കുറവുള്ളതായിട്ട് കണക്കാക്കും. ഈ ഒരു പോയിന്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 18.5 എന്ന് ഓർത്താൽ മതി. 18.5 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് താഴെയാണെങ്കിൽ അവരെന്താണ്, പോഷക ആഹാരക്കുറവുള്ളതായിട്ട് അവരെ നമ്മൾ കണക്കാക്കുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇവിടുത്തെ പോയിന്റ് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില പോയിൻറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ്. ബഹുമുഖ ദരിദ്രരുടെ എണ്ണത്തിൽ ഇന്ത്യ 9.89% പോയിൻറ്റിൻ്റെ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. അതായത് 2015-16 24.85% നിന്നും 2019-21 14.96% കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റ് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. അതായത് ടോട്ടലായിട്ട് ഇത് രണ്ടും കൂടി ഓർത്ത് വയ്ക്കുക. ബഹുമുഖ ദരിദ്രരുടെ എണ്ണത്തിൽ, അപ്പോൾ ദാരിദ്ര്യ രേഖയുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ദരിദ്രരുടെ എണ്ണത്തിൽ 9.89% ഇന്ത്യ രേഖപ്പെടുത്തി. അപ്പോൾ 9.89 പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 9 കഴിഞ്ഞാൽ 9.89 പഠിച്ചു വയ്ക്കാമല്ലോ. 9.89% രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് അതൊന്നും പഠിക്കേണ്ട. ജൂലൈ 17 ഈ വർഷം ജൂലൈ 17 ന്യൂഡൽഹിയിൽ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയെന്ന് മാത്രം ഓർത്തിട്ട്, അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത്രയും പഠിക്കുക. 9.89% പോയിൻറ്റിൻ്റെ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഏതാണ്ട് 13.5 കോടി ജനങ്ങൾ ഈ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ കുഴിയിൽ നിന്നും കരകയറിയത് 13.5 കോടി ആൾക്കാരാണെന്ന് ഓർത്തോളുക. ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യം 19.28%. ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യം 19.28% ഓർത്ത് വെച്ചേക്കുക. നഗരപ്രദേശങ്ങളിൽ 5.27% കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ഇപ്പോഴും കൂടുതലാണ്. ഗ്രാമങ്ങളിൽ 19.28% കുറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 19.28% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ എത്ര, 5.27% നിലവിൽ ദാരിദ്ര്യ നിരക്കെന്ന് പറയുന്നത്. ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും മുന്നിൽ ഉത്തർപ്രദേശാണ്. ദാരിദ്ര്യമുക്തിയിൽ എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും ഈ ഒരു കാലഘട്ടം കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയവരുടെ എണ്ണത്തിൽ കൂടുതൽ മീൻസ് ദാരിദ്ര്യമുക്തി. നിങ്ങൾക്കത് മനസ്സിലായിക്കൊണ്ടല്ലോ. അപ്പോൾ ഒരു കഴിഞ്ഞ വട്ടം ഇപ്പോൾ ഒരു 10,000 പേര് ദാരിദ്ര്യത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 5,000 പേരേ ഉള്ളൂ. അപ്പോൾ 5,000 പേരുടെ 5,000 പേര് ദാരിദ്ര്യമുക്തി നേടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും മുന്നിൽ ഉത്തർപ്രദേശാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാറാണ്. ഓക്കെ,
ദാരിദ്ര്യത്തിൽ ഈ പറയുന്ന പോയിന്റ് എല്ലാം നിങ്ങൾക്ക് എന്താ പറയുന്നത് അവിയൽ പരുവാവരുത്. ദാരിദ്ര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബീഹാറാണ്. 33.76%. എന്നാൽ ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഇത്രയും പേര് അത്രയും ഈ ഒരു കാലയളവിൽ കൊണ്ട് ദാരിദ്ര്യമുക്തി നേടിയത് ഉത്തർപ്രദേശാണ്. എന്നാൽ ഉത്തർപ്രദേശ് എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നും കൂടി പഠിച്ചോ. ദാരിദ്ര്യത്തിൽ 4ാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ്. 1ാം സ്ഥാനത്ത് ആരാ? ബീഹാറാണ്. 2ാം സ്ഥാനത്ത് ജാർഖണ്ഡ്, 3ാം സ്ഥാനത്ത് മേഘാലയ, 4ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങളൊന്നും തെറ്റിപ്പോകത്തില്ലല്ലോ. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആ ശതമാനം കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് അത്രയും സെറ്റാണ്. എത്രയാണ്? കേരളം 0.55 ആണ്. കേരളം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 2019-21 റിപ്പോർട്ടിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം എന്ന് ഇനി നാളെ PSC ചോദിച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് എഴുതത്തില്ലേ? കേരളം 0.55% ആണ് ദാരിദ്ര്യ മുക്തി, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. ആ ശതമാനം കൂടെ പഠിച്ചു വെച്ചേക്കുക, 0.55%. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എവിടെ? ബീഹാറിലാണ്. ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുക്തി നേടിയ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ബീഹാറും 4ാം സ്ഥാനത്താണ് ഗുജറാത്തും. ഏറ്റവും കുറവ് ദാരിദ്ര്യമാർക്കാ? കേരളത്തിന് 0.55%. ഇത്രയൊക്കെയാണ്. ഇനി നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട ഈ 3 പോയിന്റും പഠിച്ചേക്ക്. കേരളത്തിൻ്റെ 0.55% ആണ്. എന്നാൽ ഈ റിപ്പോർട്ടിൽ കേരളത്തിലെ ദാരിദ്ര്യം കൂടിയ ജില്ല ഏതാണെന്ന് ചോദിക്കാം. കേരളത്തിലെ ദാരിദ്ര്യം കൂടിയ ജില്ല നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വയനാട് 2.82%. 2.82% എന്തെന്ന് പറയുന്നത് വയനാടിൻ്റെ ദാരിദ്ര്യ സൂചിക. ഓക്കെ, ഇനി ഇന്ത്യയിലെ ദാരിദ്ര്യരഹിത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യരഹിത ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എവിടെ? അവിടെ ഒരു റിവിഷനായിട്ട് എടുത്തോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ബീഹാറിലാണ്. ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുക്തി നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എന്നാൽ ഉത്തർപ്രദേശ് ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ 5ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ? 4ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ബീഹാർ, 2ാം സ്ഥാനത്ത് ജാർഖണ്ഡ്, 3ാം സ്ഥാനത്ത് മേഘാലയ, 4ാം സ്ഥാനത്ത് ആരാ? ഉത്തർപ്രദേശാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ഏതാടെ? ജില്ല ഏതാടെ? വയനാടാണ്. വയനാട് എത്ര? 2.82 ആണ്. ദാരിദ്ര്യം ഇല്ലാത്ത അല്ലെങ്കിൽ ദാരിദ്ര്യരഹിത ജില്ല എന്നറിയപ്പെടുന്നത് എറണാകുളമാണ്. കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്കോ 0.55% ആണ്. ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇനി ദാരിദ്ര്യം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം കൂടി പഠിച്ചു വെച്ചോ. പുതുച്ചേരി, ലക്ഷദ്വീപ്. അത് രണ്ടും നിങ്ങൾക്ക് എങ്ങനെയായാലും മൈൻഡിൽ ഓർമ്മ വരും. ബാക്കി ദാദ്ര നഗർ ഹവേലിയും കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിലും ലക്ഷദ്വീപും പുതുച്ചേരിയും നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരണം. ഓക്കെ, ഇനി ഈ പോയിൻ്റൊന്നും നിങ്ങൾക്ക് അത്ര അത്യാവശ്യമില്ല. അത് കാരണം റിപ്പോർട്ട് അനുസരിച്ച് 2015-നും 2016-നും 2019-21 ഇടയിൽ MPI മൂല്യം വേണമെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. MPI മൂല്യം 0.117 നിന്നും 0.066 ആയിട്ട് കുറഞ്ഞു. അതായത് ദാരിദ്ര്യത്തിൻ്റെ തീവ്രത 44% കുറഞ്ഞു എന്ന് ഓർത്താൽ മതി. ദാരിദ്ര്യത്തിൻ്റെ തീവ്രത 44% കുറഞ്ഞു എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണേ. അപ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദാരിദ്ര്യം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കയറുന്നത് ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ടിലേക്കാണ്. 5ാമത്തെ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി കയറുന്നത്. 5ാമത്തെ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ട് നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ കേരളമാണ് 1ാമത്. ഹെൽത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. ഓക്കെ, എന്നാലും ഇവിടുത്തെ മന്ത്രിമാരൊക്കെ അമേരിക്കയിലേ പോകും. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കേസിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. കേരളം 1ാം സ്ഥാനത്താണ് ആരോഗ്യത്തിൻ്റെ കേസിൽ നിൽക്കുന്നത്. 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ കേരളം 1ാമതാണ് നിൽക്കുന്നത്.
എന്നാൽ ഇക്കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2019-20 അതാണ്ട് ഇവിടെ കിടക്കുന്ന 2019-20 കണക്കനുസരിച്ച് ഹെൽത്ത് ഇൻഡെക്സിൽ ആദ്യത്തെ 3 സ്ഥാനം അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ചോദിച്ചത്. കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആദ്യത്തെ 3-4 സംസ്ഥാനങ്ങളുടെ പേര് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് പരീക്ഷയ്ക്കാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഖാദി ബോർഡിനാണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണേ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ചോദിച്ചത് 2019-20 കാലഘട്ടത്തിലെയാണ്. അപ്പോൾ കേരള, തമിഴ്നാട്, തെലുങ്കാന ആദ്യത്തെ 3 സ്ഥാനം കേരള, തമിഴ്നാട്, തെലുങ്കാന. കേരള, തമിഴ്നാട്, തെലുങ്കാന. അത് 2018 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവ് വരെ കേരളം തന്നെയാണ് 1-ാം സ്ഥാനത്ത് കേട്ടോ. 2018 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലയളവിലും കേരളം തന്നെയാണ് 1-ാം സ്ഥാനത്ത്. ആ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? കേരള, തമിഴ്നാട്, തെലുങ്കാന. കേരള, തമിഴ്നാട്, തെലുങ്കാനയാണ് നമ്മൾ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചത്. അവർ തന്നെയാണ് 2018 മുതൽ ഇപ്പോഴും നിലവിലും 1-ാം സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ പ്രത്യേകിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് പഠിക്കേണ്ട. KTT നിങ്ങൾ പഠിച്ചാൽ മതി. KTT കേരള, തമിഴ്നാട്, തെലുങ്കാന. KTT ഓക്കെ. കേരള, തമിഴ്നാട്, തെലുങ്കാന. KTT നമ്മുടെ KTയും ബൈക്ക് എന്നൊക്കെ ഓർക്കുന്ന പോലെ KTT നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി 24 ആരോഗ്യ സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന കോമ്പോസിറ്റ് സ്കോറിംഗ് രീതി ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ആരോഗ്യ സൂചിക കണക്കാക്കുന്നു. അപ്പോൾ ഇത് 2017 ഈ ഒരു സംഭവം, ഈ ഒരു ആരോഗ്യ സൂചിക എന്ന് പറയുന്ന പദ്ധതി ഇവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഡെക്സ് രൂപീകരിക്കുക എന്നൊരു സംഭവം 2017 മുതലാണ് അവർ ആരംഭിക്കുന്നത്. അപ്പോൾ അത്രയൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അന്ന് ആരംഭിച്ചിടം മുതൽ ഇവിടം വരെ ഈ 3 സംസ്ഥാനങ്ങൾ ടോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ അത്ര ആലോചിച്ചു. ഇപ്പോൾ KTT നിങ്ങൾ ഓർത്താൽ മതി. PSC എന്തായാലും ചോദിക്കുന്നത് 20-21 കാലയളവിൽ അല്ലെങ്കിൽ നിലവിലുള്ളതിൽ വെച്ച് ടോപ്പിൽ നിൽക്കുന്ന ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ KTT നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെയും ആരുടെയൊക്കെയാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെയും ലോക ബാങ്കിൻ്റെയും സഹകരണത്തോടെയാണ് ആരംഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താ? ഹെൽത്ത് ഇൻഡെക്സ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് നിലവിൽ പബ്ലിഷ് ചെയ്ത 5ാമത്തെ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ടാണ്. അതിൽ 1-ാം സ്ഥാനം കേരളം തന്നെയാണ്. ഇത് ആരംഭിച്ചിടം മുതൽ 2017 ഈ ഒരു സംരംഭം ആരംഭിച്ചത്, ഈ ഒരു ഹെൽത്ത് ഇൻഡെക്സ് ആരംഭിച്ചത്. അപ്പോൾ ഇത് ആരംഭിച്ചിടം മുതൽ കേരളം തന്നെയാണ് 1-ാം സ്ഥാനത്ത്. നിലവിലും കേരളമാണ്. തൊട്ട് താഴെ തമിഴ്നാടും തെലുങ്കാനയും ഉണ്ടെന്ന് ഓർത്ത് വെച്ചോ. KTT എന്നങ്ങ് പഠിച്ചാൽ മതി. KTT ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവരാൻ, അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് രൂപീകരിക്കാൻ സഹായം എന്ന് പറയുന്ന ആരൊക്കെയാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും. അതെന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇല്ലാതൊരു ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഇവിടെ നടക്കത്തില്ല എന്നങ്ങ് ആലോചിച്ചാൽ മതി. അപ്പോൾ അവരെന്തായാലും ഉണ്ട്. പിന്നെന്തായിരിക്കും ഉള്ളത്? പിന്നെ വരുന്നത് ലോക ബാങ്കാണ്. ആ ലോക ബാങ്ക് കൂടി ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കുക. ഓപ്ഷനകത്ത് ചിലപ്പോൾ റിസർവ് ബാങ്ക് കയറി വരാം, പിന്നെ സംസ്ഥാന സർക്കാരുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി വരാം. പക്ഷെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ലോക ബാങ്ക്. ചിലപ്പോൾ യുനെസ്കോയോ യൂണിസെഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി വരാം. നിങ്ങൾ വേറെ ഒന്നിലോട്ടും പോകണ്ട, ലോക ബാങ്ക് എന്നങ്ങ് ഓർത്താൽ മതി. പണം വേണ്ട ഇതൊക്കെ നടത്താൻ, അത്രേ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ 1-ാം സ്ഥാനത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമ്മൾ പഠിച്ചേ? ഒന്നാമതല്ല, ആദ്യത്തെ 3 സ്ഥാനത്ത് കേരളം, തമിഴ്നാട്, തെലുങ്കാന. അത് നിങ്ങൾ മറക്കത്തില്ല. KTT എന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ചെറിയ സംസ്ഥാനങ്ങളിലാണെങ്കിൽ 1-ാമത് ത്രിപുരയാണ്. അവിടെ ഒരു ടീയ, ചെറിയ സംസ്ഥാനത്ത് ഒരു ടീയ വന്നേക്കുന്നത്. അപ്പം KTTT എന്നങ്ങ് പഠിച്ചോ. എങ്ങനെ? KTTT എന്നങ്ങ് പഠിച്ചോ. KTTT അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ. 1 Kയും 3 Tയും. കേരളം 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം തമിഴ്നാട്, 3-ാം സ്ഥാനം തെലുങ്കാന, ഏറ്റവും ലാസ്റ്റ് ത്രിപുര. അല്ലെങ്കിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം ത്രിപുര എന്ന് പിടിച്ചാൽ മതി. ഏറ്റവും ലാസ്റ്റ് അല്ല, ചെറിയ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് ത്രിപുര. അപ്പോൾ ഇത്രയും ഓക്കെ ആണേ. ഇനി PSC ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക റിപ്പോർട്ട്. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക റിപ്പോർട്ട് ഇനി വരുന്ന പരീക്ഷകളിൽ PSC ഉറപ്പായിട്ടും ചോദിക്കും. അതിലെന്താ ചോദിക്കാൻ കാര്യം? നമ്മുടെ കേരളം 1-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം
അസമത്വ നിർമ്മാർജ്ജനം, ഊർജം, വ്യവസായം, പരിസ്ഥിതി, ശുദ്ധജലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഇതെല്ലാം നമുക്ക് ആവശ്യം. ശുദ്ധജലം വേണം, ആരോഗ്യം വേണം, വിദ്യാഭ്യാസം വേണം, ലിംഗസമത്വം വേണം, അസമത്വം നിർമ്മാർജ്ജനം ഉണ്ടായിരിക്കണം, ഊർജം ഉണ്ടായിരിക്കണം, എനർജി വേണം, വ്യവസായം വേണം, പരിസ്ഥിതി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് 16 വികസന ലക്ഷ്യങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ച മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. അപ്പോൾ അവിടെ 12 കീ പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, 12 കീ പോയിൻറ്റ്സ് പഠിച്ചു. ഇവിടെ വരുമ്പോൾ അത് 16 ആവും. സുസ്ഥിര വികസന സൂചിക വരുമ്പോൾ അവിടെ എത്ര? 16 വികസന ലക്ഷ്യങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. പ്രധാനമായിട്ട് താണ്ട് ഈ ആരോഗ്യം, വിദ്യാഭ്യാസം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ലിംഗസമത്വം അത് മസ്റ്റായിട്ട് വേണം. അസമത്വ നിർമ്മാർജ്ജനം, സമത്വം ഈ പറയുന്ന അസമത്വം നിർമ്മാർജ്ജനം മസ്റ്റാണ്. ഊർജം, എനർജി വേണം, വ്യവസായം വേണം, പരിസ്ഥിതി വേണം, ശുദ്ധജലം വേണം. ശുദ്ധജലം ഇല്ലാതെ ഒരു പരിപാടി ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്ത് പറയുന്നത്? നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് അവലംബിച്ചിട്ടുള്ള പോയിൻറ്റ്സാണ്. 16 വികസന ലക്ഷ്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, 1-ാം സ്ഥാനം ആരാടെ? നമ്മുടെ കേരളം തന്നെയല്ലേ ഒന്നാം സ്ഥാനം. 1-ാം സ്ഥാനത്ത് നമ്മുടെ കേരളമുണ്ട്. അപ്പോൾ അതങ്ങ് സെറ്റാക്കി. 1-ാം സ്ഥാനം കേരളം. കേരളത്തിനൊപ്പം നമ്മുടെ മറ്റാരുണ്ട്? ഉത്തരാഖണ്ഡ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പോയിൻറ്റും കൂടെ പഠിച്ചു വെച്ചോ. 79 പോയിൻ്റാണ്. 79 79 പോയിൻ്റാണ് കേരളത്തിനും ഉത്തരാഖണ്ഡിനും. അപ്പോൾ ഉത്തരാഖണ്ഡ് KU എന്നങ്ങ് പഠിച്ചാലും മതി. KU 79 എന്നങ്ങ് പഠിച്ചോ. KU 79 കേട്ടോ. അല്ലെങ്കിൽ ഉത്തര കേരളം 79 എന്ന് പഠിച്ചാലും മതി. ഉത്തരാഖണ്ഡ് എന്ന് കിട്ടും. ഉത്തര കേരളം എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ഇറിലോട്ട് പോകത്തില്ല. രായിൽ തന്നെ ഉത്തരാഖണ്ഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പൊക്കോളും. അപ്പോൾ ഉത്തര കേരളം എന്ന് പഠിച്ചോ. ഉത്തര കേരളം 79 കേട്ടോ. ഉത്തര കേരളം 79 എന്ന് പഠിച്ചാൽ 1-ാം സ്ഥാനം ആർക്കുകയെന്ന് കിട്ടും. 2-ാം സ്ഥാനം 1 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ 2-ാം സ്ഥാനത്ത് 78 പോയിൻറ്റോടെ തമിഴ്നാട്. നമ്മൾ നേരത്തെയും എവിടെയോ പഠിച്ചല്ലോ തമിഴ്നാടിനെ. ഹെൽത്ത് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ പഠിച്ചില്ലേ. അപ്പോൾ ഇവിടെയും 2ാമത് തമിഴ്നാടാണ് വരുന്നത്. ഏറ്റവും പുറകിൽ 57 വെറും 57 പോയിൻ്റായിട്ട് ബീഹാർ. ദാരിദ്ര്യത്തിൽ ഏറ്റവും കൂടുതൽ ബീഹാറാണ്. അതുകൊണ്ട് ഇവിടെയും ബീഹാർ തന്നെ വരും. ഓക്കെ, പിന്നെ ബീഹാറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ജാർഖണ്ഡും നാഗാലാൻഡും ഉണ്ട്. ബീഹാറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ജാർഖണ്ഡും നാഗാലാൻഡും ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പട്ടികയാണെങ്കിൽ അവിടെ 1-ാം സ്ഥാനത്ത് ചണ്ഡീഗഡാണ്. കേന്ദ്രഭരണ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ചണ്ഡീഗഡാണ്. ഓർത്ത് വെച്ചേക്കണം. ചണ്ഡീഗഡിനും 79 പോയിൻ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളിതിനെ ഇപ്പോൾ ഈ ചണ്ഡീഗഡിന് നമുക്ക് ഉമ്മൻചാണ്ടി സാറുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഉത്തര കേരളത്തിൽ 79 വയസ്സ് ഉമ്മൻചാണ്ടി സാർ എന്ന് ചുമ്മാ പഠിച്ചു വെച്ചോ ഒരു കണക്ഷന് വേണ്ടി. ഉത്തര കേരളത്തിലെ 79 വയസ്സായ ഉമ്മൻചാണ്ടി സാർ എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 79 എന്നുള്ള സ്കോറും കിട്ടും. ഉത്തര കേരളം എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡും കേരളവും കിട്ടും, ചണ്ഡീഗഡും കിട്ടും. ചണ്ഡി എന്ന് പറഞ്ഞാൽ ചാണ്ടി സാറ്. ഓക്കെ, അത്രയും ഓർത്താൽ മതി. ഉമ്മൻചാണ്ടി സാറ്, ഉത്തര കേരളം 79. ഇത്രയും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു പോയിൻ്റ് അവിടെ കിട്ടും കേട്ടോ. 2-ാം സ്ഥാനത്ത് ഡൽഹിയാണ്. 68 പോയിൻ്റാണ് ഉള്ളൂ. അപ്പോൾ ഡൽഹിയാണ് 2-ാം സ്ഥാനത്ത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഡൽഹിയാണ് 2-ാം സ്ഥാനത്ത്. ഓക്കെ, ഇനി 2018-നും 23-24-നും ഇടയിൽ ഉത്തർപ്രദേശ് ഏറ്റവും വേഗത്തിൽ ചലിക്കുന്നൊരു സംസ്ഥാനമായി ദേശീയ ശരാശരി. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. നാഷണൽ ആവറേജ്. അപ്പം ദേശീയ ശരാശരിയും കൂടെ പഠിച്ചു വെച്ചേക്കുക. ദേശീയ ശരാശരി പഠിക്കാതെ പോകരുത്. ദേശീയ ശരാശരി എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 71 കേട്ടോ. 71. അത് മറക്കരുത്. 71 ദേശീയ ശരാശരി. അപ്പോൾ ഉത്തര കേരളത്തിൽ 79 വയസ്സായ ചാണ്ടി സാറ് ഡൽഹി പോയെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഉത്തര കേരളത്തിൽ 79 വയസ്സായ ചാണ്ടി സാറ് ഡൽഹി പോയി. ഓക്കെ, ഇനി പട്ടിണി ഇല്ലാതാക്കൽ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ വികസന മാനദണ്ഡങ്ങളിൽ കേരളം 1-ാമതാണ്. ഇത് ഓർത്ത് വെച്ചോ. പട്ടിണി ഇല്ലാതാക്കാൻ നമ്മൾ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മളപ്പോൾ പട്ടിണി ഇല്ലാതാക്കൽ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൽ നമ്മൾ ടോപ്പ് തന്നെയാണ്. ഊർജ്ജം എന്നീ വികസന മാനദണ്ഡങ്ങളിൽ നമ്മുടെ കേരളമാണ് 1-ാം സ്ഥാനത്ത് നിന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ് സെറ്റാണ്. ഉത്തര കേരളത്തിലെ
ഉത്തര കേരളത്തിലെ ചാണ്ടി സാറ് ഉത്തര കേരളത്തിലെ 79 വയസ്സുള്ള ചാണ്ടി സാറ് ഡൽഹി പോയി. സിമ്പിളാണേ. ഇനി ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് SDG ഇൻഡെക്സ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇന്ത്യ ഇൻഡെക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി താഴോട്ട് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ്, ഓൾ ഇന്ത്യ ലെവലിൽ നാഷണൽ ആവറേജ് 71 ആണ്. അത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഈ 2023-24 കാലഘട്ടത്തിൽ 71 2021 കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അത് 66 മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യുക. 66 to 71 നമ്മളിപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആവറേജ് എത്ര? 71% ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 79 വയസ്സുള്ള ചാണ്ടി സാറ്, ഉത്തര കേരളത്തിലെ 79 വയസ്സുള്ള ചാണ്ടി സാർ എവിടെ പോയി? ഡൽഹി പോയി. സെറ്റാണേ? ഓക്കെ. നമ്മളിതും പഠിച്ചതാണ്. ടോപ്പ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ 2 പഠിച്ചേ. ഉത്തരാഖണ്ഡ്, ഉത്തര കേരളം, ചണ്ഡീഗഡ്. 2ാം സ്ഥാനത്ത് ഡൽഹിയാണ്. ഓക്കെ. ഇനി ഇവിടെ സീറോ ഹങ്കർ, ഞാൻ ഈ നോക്കിയേക്കുന്ന പോയിന്റ് മാത്രം നോക്കിയത്. ഇപ്പോൾ സീറോ ഹങ്കർ എന്ന് പറയുന്നതിനകത്ത് കേരളം 1ാം സ്ഥാനത്തും, പുതുച്ചേരി, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പുതുച്ചേരി 1ാം സ്ഥാനത്തും ഉണ്ട്. പിന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനകത്ത് ഗുജറാത്താണ് 1ാം സ്ഥാനം വരുന്നത്, ഡൽഹി വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കണ്ട. പിന്നെ ഈ ഒരു ടേബിൾ അനുസരിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇത് നോക്കി വെച്ചോ. ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ കേരളവും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഡൽഹിയുമാണ്. അപ്പോൾ കേരളം എന്തിനൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? സീറോ ഹങ്കറിനകത്തും ക്വാളിറ്റി എഡ്യൂക്കേഷനകത്തുമാണ് കേരളം ടോപ്പിൽ വരുന്നത്. സീറോ ഹങ്കറിനകത്ത് വരുന്ന യൂണിയൻ ടെറിട്ടറി പുതുച്ചേരിയും ക്വാളിറ്റി എഡ്യൂക്കേഷനകത്ത് ഡൽഹിയുമാണ് വരുന്നത്. ഓർത്ത് വെച്ചോളാം. ഇനി ഇവിടെ അഫോർഡബിൾ ക്ലീൻ എനർജി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അഫോർഡബിൾ ക്ലീൻ എനർജിക്കകത്തും ഇപ്പം ആന്ധ്രാപ്രദേശ്, അസം, ഗോവ, ഹരിയാന, ഹിമാചൽ അതിലെത്രാമത് വരുന്നേ? 8ാമതാണ് കൊടുത്തേക്കുന്നത്. അതിന് 8ാമത് വരുന്നെന്നാണോ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ 8ാമത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരെ. ക്ലീൻ എനർജിയുടെ കേസിലും ഒന്ന് ഓർത്ത് വെച്ചേരെ കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ ഗോൾ വൈസ് ടോപ്പ് സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്ന സംഭവം നോക്കുക. അതായത് ഓരോ ഗോൾ അനുസരിച്ചും, അതായത് പീസ് ആൻഡ് ജസ്റ്റിസിനകത്ത് ഗുജറാത്താണ്, ലൈഫ് ഓൺ ലാൻഡിനകത്ത് ജാർഖണ്ഡ്, ത്രിപുരയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ നിങ്ങളതൊന്ന് വായിച്ച് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. കാര്യം ഇതെല്ലാം കൂടെ നിന്ന് പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അത്രയും ജസ്റ്റ് ഒന്ന് നോക്കുക. സുസ്ഥിര വികസന സൂചിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള 16 വികസന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ 16 വികസന ലക്ഷ്യങ്ങളും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ 1ാം സ്ഥാനത്ത് വന്ന സംസ്ഥാനവും യൂണിയൻ ടെറിട്ടറി ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. നമുക്ക് അതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 71 ടോട്ടൽ ശരാശരി 71 നമ്മൾ പഠിച്ചായിരുന്നു. 1ാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡും കേരളവും. അതിന് നമ്മളൊരു കോഡ് പഠിച്ചായിരുന്നു. അതായത് സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കിട്ടാനായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഉത്തര കേരളത്തിലെ 79 വയസ്സായ ചാണ്ടി സാറ് ഡൽഹിയിലേക്ക് പോയി. ഉത്തര കേരളത്തിലെ 79 വയസ്സായ ചാണ്ടി സാറ് ഡൽഹിയിലേക്ക് പോയെന്നാണ് നമ്മൾ അതിൻ്റെ ഒരു കോഡ് പഠിച്ചത്. നിങ്ങളത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് അവിടെ നിന്ന് പോകത്തില്ല കേട്ടോ. ഇനി താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ടേബിൾ, അപ്പോൾ ഇതിലെല്ലാം ഒന്നും വേണ്ടുന്നത് പറഞ്ഞു തരാം. നോ പോവർട്ടി ഇൻഡെക്സിൽ, അപ്പോൾ നോ പോവർട്ടി ഇതിനകത്ത് 1ാമത്തെ ഘടകം എന്ന് പറയുന്നത് നോ പോവർട്ടിയാണ്. ഈ നോ പോവർട്ടിയിൽ 1ാം സ്ഥാനം കേരളം എഴുതി വെക്കരുത്. കേരളം വരുന്നത് സീറോ ഹങ്കറിനകത്താണ് കേട്ടോ. സീറോ ഹങ്കറിനകത്താണ് കേരളം വരുന്നത്. നോ പോവർട്ടി കാറ്റഗറിയിൽ 1ാം സ്ഥാനം തമിഴ്നാടാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ തിരിഞ്ഞു പോരുത്. ഉറപ്പായിട്ടും വേണമെങ്കിൽ PSCക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ചോദിക്കാൻ സാധിക്കും. ഇപ്പം ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന നോ പോവർട്ടി എന്ന് പറഞ്ഞ് എടുത്ത് തരുമ്പോൾ നമ്മൾ പോവർട്ടി എന്ന് കാണുമ്പോൾ തന്നെ കേരളത്തിലോട്ട് അങ്ങ് പോകും. പക്ഷേ നോ പോവർട്ടി എന്ന് പറയുമ്പോൾ തമിഴ്നാട്, ഹങ്കർ എന്ന് പറയുമ്പോൾ അത് കേരളയാണ്. ഓർത്ത് വെച്ചേക്കാം. ഇനി ഹെൽത്ത് ഇൻഡെക്സിലും ഇപ്പോൾ ഇതിൻ്റെ കേസിലാണല്ലോ, അല്ലാതെ 5ാമത്തെ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ടല്ല നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സുസ്ഥിര വികസന സൂചിക തയ്യാറാക്കാൻ ആവശ്യമായ 16 പോയിന്റിലെ ആരോഗ്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൽ 1ാം സ്ഥാനത്ത് വരുന്നത് ആരാ? ഗുജറാത്താണ്. അവിടെ കേരളം എഴുതി വെക്കരുത്. ഉറപ്പായിട്ട് നിങ്ങളുടെ മൈൻഡ് അതിലോട്ട് പോകും. പക്ഷേ എഴുതി വെക്കരുത്. ഗുജറാത്തും
യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ ന്യൂഡൽഹിയുമാണെന്ന് ഓർത്തോളുക. ഓക്കെ, അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുതേ. ഇനി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളം തന്നെയാണ് ടോപ്പ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കേരളം ടോപ്പ്, ഡൽഹിയാണ് യൂണിയൻ ടെറിട്ടറിയിൽ 1-ാം സ്ഥാനം. ഇനി ജെൻഡർ ഇക്വാളിറ്റിയിൽ 1-ാം സ്ഥാനം വരുന്നത് നാഗാലാൻഡാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. ജെൻഡർ ഇക്വാലിറ്റിയിൽ 1-ാം സ്ഥാനം കേരളമൊന്നും ഒരിക്കലും വരില്ല, അത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ നാഗാലാൻഡ്, ഓക്കെ, നാഗാലാൻഡും ലക്ഷദ്വീപുമാണ് ജെൻഡർ ഇക്വാലിറ്റിയിൽ 1-ാം സ്ഥാനം. ഇനി PSC ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ക്ലീൻ വാട്ടർ സാനിറ്റേഷൻ. എന്താണ് ക്ലീൻ വാട്ടർ? ശുദ്ധജല ലഭ്യത. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ശുദ്ധജല ലഭ്യതയും അതുപോലെ തന്നെ ക്ലീൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജല ലഭ്യതയും അതുപോലെ തന്നെ ശുചിത്വവും. ഓക്കെ, സാനിറ്റേഷൻ ആൻഡ് ക്ലീൻ വാട്ടർ എന്ന കാറ്റഗറിയിൽ ഗോവയാണ് 1-ാം സ്ഥാനം കേട്ടോ. നേരത്തെ പഞ്ചാബ് ആയിരുന്നു, അപ്പോൾ ഇപ്പോൾ ഗോവയാണ് 1-ാം സ്ഥാനം. ആൻഡമാൻ നിക്കോബാറാണ് യൂണിയൻ ടെറിട്ടറികളിൽ 1-ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഗോവയിലെ വെള്ളമൊക്കെ നല്ല വെള്ളമൊന്നും ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഗോവയാണ് ഈ പറയുന്ന ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷനിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഗോവയും. പിന്നെ അതിന് യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുമാണ് നിൽക്കുന്നത്. ഇനി ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, തൊഴിൽ എന്നീ കാറ്റഗറിയിൽ ഹിമാചൽ പ്രദേശാണ് കേട്ടോ. സാമ്പത്തിക വളർച്ച, തൊഴിൽ എന്നീ കാറ്റഗറിയിൽ ഹിമാചൽ പ്രദേശാണ് 1-ാം സ്ഥാനത്ത്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹിമാചലിൻ്റെ അടുത്തായിട്ടല്ലേ ലഡാക്ക് ഇരിക്കുന്നത്, തൊട്ട് മുകളിലല്ലേ. അപ്പോൾ ഹിമാചലും ലഡാക്കും ഓർത്താതെ. അപ്പോൾ ഹിമാചലാണ് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയിലും തൊഴിലിൻ്റെ കാര്യത്തിലും നിൽക്കുന്നത്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹിമാചൽ പ്രദേശും അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ലഡാക്കുമാണെന്ന് ഓർത്താൽ മതി. ലഡാക്ക് എന്താ യൂണിയൻ ടെറിട്ടറി ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ അങ്ങനെ ഓർക്കുക. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു ക്ലീൻ എനർജിയുടെ കാര്യത്തിൽ കേരളം ഉണ്ട്. കേരളം എത്ര സ്ഥാനത്താണ്? ഇത് സ്ഥാനമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ 8-ാം സ്ഥാനത്താണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സമാധാനം. ഓക്കെ, സമാധാനം, പീസ്, സമാധാനം, നീതി, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ കേസിലും ഗുജറാത്താണ് 1-ാം സ്ഥാനത്തേക്കുന്നത് കേട്ടോ. സമാധാനം, നിങ്ങൾക്ക് കണ്ടി ഒരു പടം അങ്ങ് ഓർത്താൽ മതി. സമാധാനം, ജസ്റ്റിസ്, അപ്പോൾ ഒരു ചുറ്റിക പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളപ്രാവ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പീസ് ആൻഡ് ജസ്റ്റിസ് എന്നുള്ള കേസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് ഗുജറാത്താണ് കേട്ടോ, അത് ഗുജറാത്താണ്. യൂണിയൻ ടെറിട്ടറി ഏതായിരിക്കും ഇവിടെ? ലഡാക്കാണ് കേട്ടോ. ഇനി ലൈഫ് ഓൺ ലാൻഡ് എന്ന കാറ്റഗറിയിൽ ജാർഖണ്ഡും ത്രിപുരയും, അതൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് ചോദ്യം വരുമോ എനിക്കറിയില്ല. ലൈഫ് ഓൺ ലാൻഡ് എന്നുള്ള കേസിൽ ജാർഖണ്ഡും ത്രിപുരയാണ്. ലൈഫ് ബിലോ വാട്ടർ വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ നദികളും അതുപോലെ തന്നെ ഹൂഗ്ലി നദിയൊക്കെ മനസ്സിലോട്ട് ഓർമ്മ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാം, വെസ്റ്റ് ബംഗാളിനെ കണക്ട് ചെയ്യാം. പിന്നെ ക്ലൈമറ്റ് ആക്ഷനകത്ത് സിക്കിമും തമിഴ്നാടും ചണ്ഡീഗഡാണ് യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ 1-ാം സ്ഥാനത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ ശുദ്ധജലം, ശുചിത്വം, അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ശുദ്ധജലം, ശുചിത്വം എന്ന് പറയുന്ന കാറ്റഗറി പഠിക്കുക. സമാധാനം നിങ്ങൾ പഠിക്കുക. അതുപോലെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താണ് ഈ തൊഴിലിടം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് എന്തായിരുന്നു? എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡീസൻറ്റ് വർക്ക് എന്ന കാറ്റഗറി നിങ്ങളിന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ജെൻഡർ ഇക്വാളിറ്റി, PSCക്ക് ചോദിക്കാൻ നല്ലൊരു ചോദ്യം. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ നാഗാലാൻഡ്, ലക്ഷം. ഓക്കെ, അപ്പോൾ നാഗാലാൻഡും ലക്ഷം എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് നാഗമുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ലക്ഷക്കണക്കിന് നാഗമുണ്ട് ജെൻഡർ ഇക്വാളിറ്റിയുടെ കേസിൽ എന്നാലോചിച്ചാൽ മതി. ഓക്കെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, അത് ത്രിപുരയാണ്. അതങ്ങനെ ചോദിക്കുമോ എന്നറിയില്ല. പിന്നെ ഇതിനകത്ത് ഇനി ചോദിക്കാനുള്ളത് ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിനകത്തും ഗോവയാണ്. അപ്പോൾ ഗോവ നേരത്തെ 1-ാം സ്ഥാനത്ത് വന്നത് എവിടെയായിരുന്നു? എന്തിൻ്റെ കേസിലായിരുന്നു? ഗോവ നേരത്തെ 1-ാം സ്ഥാനത്ത് വന്നത് ശുദ്ധജല ലഭ്യതയുടെയും ശുചിത്വത്തിൻ്റെയും കേസിലായിരുന്നു ഗോവ 1-ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ ഇവിടെയും ഗോവ 1-ാമത് വന്നത് എന്തിനകത്താണ്? ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാറ്റഗറി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആരും കാണാപ്പാടം പഠിക്കേണ്ട. കൂടുതൽ സാധ്യത ചോദിക്കാനുള്ളത് കേരളത്തിൻ്റെ കേസ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഇനി നമ്മളിപ്പോൾ പഠിച്ചതിന് മുമ്പുള്ള ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്
അറിയില്ല എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വെച്ചിരുന്നാൽ അത് 2021 ഇവിടുന്ന് PSC 2 ചോദ്യങ്ങളോളം ചോദിച്ചിട്ടുണ്ട് നേരത്തെ കേട്ടോ. അപ്പോൾ 2021 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിലെ സുസ്ഥിര വികസന സൂചിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു 16 കാറ്റഗറിയാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ സുസ്ഥിര വികസന സൂചികയുടെ അളവുകോലായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അതിൽ 1-ാം സ്ഥാനം കേരളം തന്നെ ആയിരുന്നു. അന്നും കേരളം തന്നെ ആയിരുന്നു 1-ാം സ്ഥാനം. പക്ഷേ അന്ന് 75 പോയിൻ്റാണ്. PSC ഒരു സൈക്കോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാം, എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ കൂടിയത്? എത്ര അടേ? 4% കൂടി. നിലവിൽ എത്ര നമ്മൾ പഠിച്ചു? 79 അപ്പോൾ 75 2021 റിപ്പോർട്ട് പ്രകാരം 75 കേരളത്തിൻ്റെ പോയിൻ്റെങ്കിൽ അല്ലെങ്കിൽ ശതമാനമെങ്കിൽ നിലവിലത് 79 പഠിക്കുക. 2-ാം സ്ഥാനം അന്ന് 2-ാം സ്ഥാനം ഹിമാചൽ പ്രദേശും തമിഴ്നാടുമായിരുന്നു. ഓക്കെ, അന്ന് തമിഴ്നാടിനും ഹിമാചൽ പ്രദേശിനും 74 പോയിൻ്റ് വീതമുണ്ട്. ഇത്തവണയും എന്താണ് തമിഴ്നാടാണ് സെക്കൻഡ്. ഹിമാചൽ പ്രദേശ് എവിടെയാണെന്നറിയില്ല. അപ്പോൾ തമിഴ്നാട് തന്നെയാണ് ഇപ്പോഴും സെക്കൻഡ്. തമിഴ്നാടിന് ഇപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, കേരളത്തിന് 75 ഉണ്ടെങ്കിൽ തമിഴ്നാടിന് 74, കേരളത്തിന് 79 ഉണ്ടെങ്കിൽ തമിഴ്നാടിന് 78. അപ്പോൾ 1 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് തമിഴ്നാട് കഴിഞ്ഞ 2 ലിസ്റ്റിലും നിൽക്കുന്നതെന്ന് ആലോചിക്കാം. ഏറ്റവും പുറകിൽ ബീഹാർ, ജാർഖണ്ഡ്, അസം അത് ചോദിച്ചിട്ടുണ്ട്. ബീഹാർ, ജാർഖണ്ഡ്, അസം ചോദിച്ചിട്ടുണ്ട്. ബീഹാറാണ് ഉത്തരം ആയിട്ട് പറഞ്ഞിരുന്നത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ചണ്ഡീഗഡാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 1-ാം സ്ഥാനത്ത് അന്നും ഇന്നും ചണ്ഡീഗഡിന് 79 പോയിൻ്റാണുള്ളതെന്ന് പഠിച്ചാൽ മതി. 2-ാം സ്ഥാനം ഡൽഹിയും അന്ന് സെക്കൻഡ് ആയിരുന്നു കേട്ടോ. ഡൽഹിയും അന്ന് 2-ാം സ്ഥാനം, ഇപ്പോഴും 2-ാം സ്ഥാനത്താണ്, അന്നും 2-ാം സ്ഥാനത്താണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ വ്യത്യാസം വരുന്നില്ല. ഇപ്പം വന്നില്ലാത്തുള്ള ഏക വ്യത്യാസം എന്താ? 1-ാം സ്ഥാനത്ത് കേരളവും ഉത്തരാഖണ്ഡും വരുന്നു, 2-ാം സ്ഥാനത്ത് തമിഴ്നാട്. അപ്പോൾ അതേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. നിങ്ങൾ അത്രയൊന്ന് ആലോചിച്ചാൽ മതി. ഇനി ഏത് വർഷം മുതലാണ് സുസ്ഥിര വികസന സൂചിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? ഏത് വർഷം മുതലാണ്? 2018 മുതലാണ് സുസ്ഥിര വികസന സൂചിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 6 പോയിൻ്റ് വർധനവ് രേഖപ്പെടുത്തി. അത് അന്നത്തെ പോയിൻ്റ് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, അന്നത്തെ പോയിൻ്റ് പഠിക്കണ്ട. ഇപ്പം എത്ര പോയിൻ്റ് വ്യത്യാസപ്പെടുത്തി? ഇപ്പം എത്ര ആണ് നിലവിലത്തെ ടോട്ടൽ ആവറേജ്? 71 അല്ലേ ടോട്ടൽ ആവറേജ്? ഇനി നിങ്ങൾ ഈ ഒരു കാര്യം നോക്കുക. അതായത് 2019-20 റിപ്പോർട്ടിൽ നിന്നും 2021 റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ 6 ഇവിടെ വർദ്ധിച്ചത്. അപ്പോൾ 6 പോയിൻ്റാണ് വർദ്ധിച്ചതെങ്കിൽ 2023-24 വരുമ്പോൾ എത്ര പോയിൻ്റ് വർദ്ധിച്ചു? 5 പോയിൻ്റാണ് വർദ്ധിച്ചത്. അതെങ്ങനെ മനസ്സിലാവും? ദാണ്ട് ഇവിടെ 71. 2023-24 പോയിൻ്റ് 71. ഓക്കെ, ഇവിടുത്തെ പോയിൻ്റ് എത്ര? 71 പോയിൻ്റ്. 2020-21 66 പോയിൻ്റ്. അപ്പോൾ 5 പോയിൻ്റ് വർദ്ധിച്ചു എന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഇവിടെ തന്നിട്ടില്ല എങ്കിൽ പോലും PSCക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ അന്ന് ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ് ശുദ്ധജല ലഭ്യത പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിരുന്നു മണിപ്പൂർ കേട്ടോ. അന്ന് ഏറ്റവും കൂടുതൽ ശുദ്ധജല ലഭ്യത പ്രശ്നങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അന്നത്തെ ഉത്തരം എന്താണ്? മണിപ്പൂർ. 2ാമത് മേഘാലയമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ശുദ്ധജല ലഭ്യത ഏറ്റവും കുറവ് പ്രശ്നങ്ങളുള്ളത്, അതായത് ശുദ്ധജലം ഏറ്റവും കൂടുതൽ ലഭ്യമായ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? കഴിഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബായിരുന്നു. നിലവിലാരാ? ഗോവയാണ്. നമ്മൾ പഠിച്ചില്ലേ? ഗോവയാണ് നിലവിൽ കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ അന്ന് 5.91%. ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. ഇനി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അന്ന് കേരളം തന്നെയായിരുന്നു 1-ാം സ്ഥാനത്ത്. അത് പഴയ ലിസ്റ്റ് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മാത്രം മതി. പിന്നെ ദാരിദ്ര്യ സൂചിക നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കൂടെ ഇത് പഴയത് പഠിക്കേണ്ട ആവശ്യമില്ല, പഴയത് വിട്ടേക്കുക. പിന്നെ ശിശുമരണ നിരക്ക് പഴയ ലിസ്റ്റ് അനുസരിച്ച് കേരളമായിരുന്നു 1-ാം സ്ഥാനം. ഏറ്റവും കൂടുതലോ ഉത്തർപ്രദേശായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. ഇനി നഗരവികസന സൂചിക, അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയത് ഒരു കമ്പാരിസന് വേണ്ടി മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പം മാനവശേഷി വികസനത്തിനകത്ത്
ഒന്നാം സ്ഥാനം വന്ന കേരളവും ഒന്നാം സ്ഥാനം തമിഴ്നാടും രണ്ടാം സ്ഥാനം കേരളവുമായിരുന്നു. അപ്പോൾ ഇത് ഇനിയുള്ള പരീക്ഷകളിൽ എത്രത്തോളം 2021 റിപ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഇനി പഠിക്കേണ്ടത് 23, 24 അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഓടിച്ച് വായിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ, പഴയ നൂതന ആശയ സൂചികയ്ക്കകത്ത് ഒന്നാം സ്ഥാനം കർണാടകയും രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയുമായിരുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കേരളമായിരുന്നു ഒന്നാം സ്ഥാനം. അന്ന് ഡൽഹി ആയിരുന്നു ഒന്നാം സ്ഥാനം. അന്ന് കേരളത്തിൻ്റെ സ്ഥാനം 5 ആയിരുന്നു. ഓക്കെ, ഇനി ദാരിദ്ര്യ നിരക്ക് റിപ്പോർട്ട്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാരിദ്ര്യ നിരക്ക് റിപ്പോർട്ട് അന്ന് 0.71% ആയിരുന്നു. അപ്പോൾ അന്നും ഇന്നും കേരളം തന്നെയാണ് ഒന്നാമത്, അത്ര ആലോചിച്ചാൽ മതി. ഏറ്റവും പിന്നിൽ ബീഹാറുമാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും കുറവ് ദരിദ്രരുള്ള ജില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ എറണാകുളം പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങൾ അത്രയ്ക്ക് ഫോക്കസ് ചെയ്യണ്ട. ഇത് പഴയ ലിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ അത്രയും ശ്രദ്ധ ഊന്നേണ്ട കാര്യമില്ല. ഇനി ഈ ഒരു കാര്യം കൂടെ നോക്കുക. 2019 വന്ന സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക. എന്താണ് സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചികയിൽ ഓവറോൾ സ്കോർ എത്രയായിരുന്നു? ഓവറോൾ സ്കോർ നേടി ഒന്നാം സ്ഥാനത്ത് വന്നത് കേരളമായിരുന്നു കേട്ടോ. ഓവറോൾ സ്കോറിൽ ഒന്നാം സ്ഥാനത്ത് കേരളമായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും കേരളം തന്നെയാണ് ടോപ്പ്. ഓക്കെ, അപ്പോൾ അന്ന് 76.6% 2019 ഈ സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക പ്രകാരം കേരളത്തിൻ്റെ സ്ഥാനം 2019 ആയിരുന്നു. 76.6% ഓവറോൾ സ്കോർ. രണ്ടാം സ്ഥാനം രാജസ്ഥാനും മൂന്നാം സ്ഥാനം കർണാടകയ്ക്കുമായിരുന്നു. ഏറ്റവും പിറകിലായിരുന്നു ഉത്തർപ്രദേശ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഉറപ്പായിട്ടും ഈ ഒരു പോയിൻ്റ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, ഇതുവരെ പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും PSC ചോദിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.